നമുക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് അവരൊക്കെ ഒറ്റ ടേക്കിൽ കാര്യങ്ങൾ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? എനിക്ക് ശ്രീകുട്ടി പബ്ലിക്കബിളി ആയിട്ട് പോകും. ഫസ്റ്റ് ഷോട്ട് ഇതായിരുന്നില്ല. ഫസ്റ്റ് ഷോട്ട് വിജയ് ബാബു സാറുമായിട്ടായിരുന്നു. ഞാൻ പറയും തമാശക്ക് പറയുന്നത്, പുറത്ത് പാല് വാങ്ങാൻ പോകുമ്പോൾ 1 കിലോ പുട്ടി അടിച്ചിറക്കുന്നത് ഞാനാണ്. ഒരു മേക്കപ്പും ഇല്ലാതെ മാക്സിമം ഡള്ളാക്കിക്കൊണ്ട് ഞാൻ ഇവർ കാണാതെ എപ്പോഴും പിഗ്മെന്റേഷൻ ഒക്കെ മറിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും. അപ്പം സവിൻ സാർ അവിടെ നിന്ന് പറയും, ചേച്ചി കൊള്ളാം, ഇനി എല്ലാം തുടച്ചോ, മേക്കപ്പ് വിളിക്കാം. ഇന്ററാക്ഷൻസ് അൽഫോൺസ് സാർ എങ്ങനെയായിരുന്നു? കുറച്ചും കൂടെ അയ്യോ, അൽഫോൺസ് സാർ ലൈക്ക് ജെം ഓഫ്, അത് വേറൊരു ജിന്നാന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരാളാണ്. ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ റിയാലിറ്റി ഷോസ് ഒക്കെ സാറ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രീകുട്ടി, വളരെ സന്തോഷം അല്ലേ? നമ്മള് 2012-14 കാലഘട്ടങ്ങളാണ് ആദ്യം കാണുന്നത് അല്ലേ? അതിൽ നിന്ന് ഒരു ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ അവിടെ കുറെ വർക്ക് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് അന്നത്തെ കുറെ കലാപരിപാടികൾ ആ കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു രണ്ടുപേരും. ഇന്നിപ്പോ ഒരു നടിയായിട്ട് എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അതും വാഴ എന്നും 100 crores ആയോ പടം? 200 ആവുന്നു. ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു 200. ഈ വീക്കെൻഡോട് കൂടി 200 ആവും. ആൻഡ് കേരളത്തിൽ നിന്ന് മാത്രം 100 ഗ്രോസിംഗ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം. ടിപ്പിക്കലി ഒരു ന്യൂ കമറിന് കിട്ടാൻ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഡെബ്യൂ. ഇതിനപ്പുറം ഒരു ഡെബ്യൂ എനിക്ക് കിട്ടാനില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് സത്യം പറയാം. നമ്മുടെ ഒരു പഴയൊരു ഒരു എങ്ങ കൊല്ലീഗ് നിങ്ങളൊക്കെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനൊക്കെ ഇച്ചിരി സീനിയറാണ്. നിങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഇത്രത്തോളം എത്തി നമ്മുടെ ഒരു പാഷൻ ഇവിടത്തോളം കണ്ടെത്തിച്ചതിന് ഐ എം വെരി ഹാപ്പി പേഴ്സണലി. അപ്പം എന്റെ ചാനലിന്റെ പേര് അറിയാവുന്ന D2D എന്നാണ്, ഡ്രീം ടു ഡെസ്റ്റിനി. ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസ് നമ്മളൊരു ഡെസ്റ്റിനിൽ എത്തിക്കുന്നു. അങ്ങനെ ഡ്രീം ചെയ്ത ഒരു ആളെ ഇവിടെ ഡെസ്റ്റിനി കൊണ്ട് എത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വെൽക്കം ടു മൈ ഷോ. ദിസ് ഈസ് എ ഗ്രേറ്റ് ഹാപ്പനിങ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. വാഴയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. വാഴയിൽ എങ്ങനെ എത്തിപ്പെട്ടു? വാഴ എനിക്ക് എൻ്റെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിലെ മുതൽ ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഫസ്റ്റ് ഫിലിം ഞാൻ ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം എൻ്റെ തുടക്കം 7 years ശിവൻ സാറിൻ്റെ, സന്തോഷ് ശിവൻ്റെ ഫാദർ ശിവൻ സ്റ്റുഡിയോ സാറിൻ്റെ ഫസ്റ്റ് ഒരു ഓഫ് ബീറ്റ് പടം ഒരു യാത്ര KP ലളിത ആൻറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ അവിടെയാണ് തുടക്കം. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങ് പഠിത്തമൊക്കെ ആയിട്ട് പിന്നെ പോയില്ല. ആ സമയത്ത് കുറച്ച് ആഡും ദൂരദർശനിലെ സീരിയലും ഒക്കെ ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ടെക്നോ പാർക്കിൽ വന്നപ്പോഴാണ് വീണ്ടും കല പൊടിയട്ടി എടുത്തത്. ശരിക്കും എന്നെയും കേട്ടോ, വളരെ വർഷങ്ങൾക്ക് ശേഷം അവിടെ പലപ്പോഴും ജോലി തിരക്കിനിടയിൽ എനിക്ക് മനസ്സിൽ നമ്മളങ്ങ് എടുത്തങ്ങ് ചാടുമായിരുന്നു. പക്ഷെ അതിന് അവിടെ ഒരുക്കിയ കമ്പനിക്കും കമ്പനിയിലുള്ള ആൾക്കാരും വളരെ നന്ദി പറഞ്ഞിട്ട് കാര്യം. നമ്മൾ IT ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വർക്കഹോളിക്. അത് മാത്രമല്ല, ഒരു ഫൺ സൈഡ് ഉണ്ട്, അതിനൊരു കലാ സൈഡ് ഉണ്ട്, ഒരു ഭയങ്കര രസമുള്ളൊരു സൈഡും കൂടെ IT ഫീൽഡുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ IT ഫീൽഡ് വന്നതിന് ശേഷമാണ് എൻ്റെ ഇതൊക്കെ വീണ്ടും പൊടിയെട്ടിയെടുത്തത്. അതിന് കാരണക്കാരായതും IT ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരാണ്. IT നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റിലെ പ്രൊഡക്ഷൻ, അതിൻ്റെ നിശാന്ത് ഏട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് കൊളീഗാണ്. നിശാന്ത് ഏട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു കോർപ്പറേറ്റ്. അതാണ് എൻ്റെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് ഇതുപോലെ ഓഡിഷന് പോയി. അതിലൊരു ടോം ബോയ് ക്യാരക്ടർ, 5-6 ബോയ്സിൻ്റെ ഇടയിലുള്ള അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ റിയാലിറ്റി ഷോ ഫ്ലവേഴ്സിലെ മലയാളി വീട്ടമ്മ അതുണ്ടായിരുന്നു. അപ്പൊ ഈ മലയാളി വീട്ടമ്മയാണ് എനിക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മലയാളി വീട്ടമ്മ. അതിന്റെ റണ്ണറപ്പ് ആയിരുന്നു. പിന്നെ കുറെ സിറ്റ്കോംസ്, ഉപ്പുമുളക്, അളിയൻസ്, ഫേമസ് ആയിട്ടുള്ള കുറച്ച് സുരഭി സുഹാസിനി, എൻ്റെ മോളുമായിട്ട് സൂപ്പർ അമ്മയും എന്ന് പറഞ്ഞിട്ടൊരു ഷോ. അതെ, അങ്ങനെ അത്യാവശ്യം ഇതിനൊക്കെ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്. നമ്മൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യു ഹാവ് എ വെരി ഗുഡ് കോമഡി ടൈമിംഗ്. ഐ തിങ്ക് എൻ്റെ ഒരു ഇതാണ് ഡയറക്ടർ. അതെ, നമ്മൾ ഈ ഡയറക്ടറിനെ കുറിച്ച് ഇത് എങ്ങനെ കിട്ടി ഈ പടം? അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇരുന്നപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഫിലിമിനോടുള്ള ക്രേസ് കാരണം ഓഡിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓഡിഷൻസ് കൊടുത്തു തുടങ്ങി. യൂഷ്വലി റിജക്ഷൻസ് ആണ് ആദ്യമൊക്കെ, കുറേ റിജക്ഷൻസ്. ഓപ്പൺ ഓഡിഷൻസ് ആണ് കൂടുതലും. ഓപ്പൺ ഓഡിഷൻ്റെ കുറേ ഒതൻറ്റിസിറ്റി നോക്കാതെ തന്നെ പോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ റിജക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് വാഴയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ വിബിൻദാസ് സാറിൻ്റെ വൈഫ് അശ്വതി എന്ന് പറയുന്നത് എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു, കോസ്റ്റ്യൂം ഡിസൈനറുമാണ്. അപ്പോൾ അവർ വഴി ഒരു ഓഡിഷൻ കോള്, ഡയറക്റ്റ് ഓഡിഷൻ കോള് കണ്ടു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഓഡിഷൻ ഉണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ നമുക്കൊരു പുഷ് കിട്ടിയല്ലോ, ലൈക്ക് ഈ പറഞ്ഞ റെഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെന്നൊരു 3-4 റൗണ്ട് ഓഡിഷൻ
ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്തു. രോഹിത് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് അതാക്കി. അത് കഴിഞ്ഞിട്ട് നേരിട്ട് രാജേഷ് നാരായണൻ സാർ എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ, അവിടെ അവരുടെ പ്രൊഡക്ഷനിലുള്ള ഇതിൽ ബിനുസാറായിട്ട് അഭിനയിച്ച ആദർശ് നാരായണൻ, അവർ പ്രൊഡ്യൂസറാണ്, എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ പേരായിട്ട് അഭിനയിച്ച്. അപ്പം അവർ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവരുടെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം വിപിൻ സാറും സറിൻ സാർ ഡയറക്ടറും എല്ലാവരും ഒരു ഓഡിഷൻ. അങ്ങനെ ഓഡിഷൻ എല്ലാം ആലുവ വെച്ച് തന്നെയായിരുന്നു. അങ്ങനെ അതെല്ലാം സംഭവിച്ചു. ഓഡിഷൻ ഇതിന്റെ 1-2 റോൾസ് ചെയ്യിപ്പിച്ചു. ഒരു അമ്മയുടെ, ഈ സിനിമയിൽ തന്നെ അമ്മ റോൾസ് ഉണ്ടായിരുന്നു. അമ്മ റോളിന്റെ ഒരു സീനും തന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറിന്റെ റോളിൽ ഒരു സീൻ, ലൈന് പൊക്കുന്ന ടീച്ചറിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും, കുട്ടികളെ ലൈൻ പൊക്കി കഴിഞ്ഞാൽ ടീച്ചർ എങ്ങനെ ബിഹേവ് ചെയ്യും, ഒരു ചെറിയ ടീച്ചർ, അത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അമ്മ കുട്ടികൾ വീട്ടിൽ നിന്ന് മോള് സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് പിടിക്കുന്ന അമ്മയെ വിളിപ്പിക്കുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അപ്പോൾ എൻ്റെ സ്വഭാവത്തിനും വർത്താനത്തിനും ഒക്കെ നന്നായിട്ട് വരുന്നത് അവർക്ക് തോന്നിയത് ചൊറി ടീച്ചറായിരിക്കും. അങ്ങനെ ആ ചൊറി ടീച്ചറിന്റെ റോളിൽ ഫിക്സായി. ഈ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിംഗ് ഒക്കെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തിൽ തന്നെയാണ് പഠിച്ചത്, കംപ്ലീറ്റ് പഠിച്ചത്. ആളൊരു എഞ്ചിനീയർ ആണ് അല്ലേ? വീട്ടിൽ അത് കഴിഞ്ഞിട്ട് കലപരമായിട്ട് IT-യിലുണ്ട്, ഇപ്പോഴും IT-യിലുണ്ട്, പാഷനേറ്റ് ഫിലിംസിനാണ്. അപ്പം അങ്ങനെ അത് സംഭവിച്ചത് ഇപ്പം കേരളക്കരയൊക്കെ മൊത്തത്തിൽ ആ പടം ഏറ്റെടുത്തു. എല്ലാവർക്കും കാരണം വിപിൻ സാറിൻ്റെ ഒരു മാജിക്കൽ റൈറ്റിംഗ് ആണ്. സവിൻ സാർ അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് എല്ലാ കോമ്പറ്റീഷൻ, പിന്നെ എവ്രിബഡി ഇതിനകത്തിരിക്കുന്ന എല്ലാവരും പാഷനേറ്റ് ആണ്, ടീം മൊത്തം. ആ ടീം എല്ലാവരും കൂടി ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും വാഴ എന്ന മാജിക്ക് സംഭവിച്ചു. ഹാഷിറാൻ ടീം, എല്ലാ നടന്മാരും, പുതിയ നായികമാരെല്ലാം പുതിയതാണ്, എല്ലാവരും ഓഡിഷൻ വഴി വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം കേരളക്കര ഒട്ടാകെ ഏറ്റെടുത്തു. ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വേറെ ലെവൽ ഹിറ്റായി. ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഹാഷിറാൻ ടീം കേൾക്കുന്നു. എങ്ങനെയാണ് ഈ പടം കഴിഞ്ഞിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് പേര് അതെ. ഇപ്പൊ ഈ സിനിമയിൽ എന്ന് പറയുന്നത് ഒരു ചൊറി ടീച്ചറാണ്, അതിനകത്ത് കുറച്ച് തമാശ കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഞാൻ ട്രെയിലറിലൊന്നും വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച ആളല്ല, പക്ഷെ ട്രെയിലറിൽ തുടങ്ങുന്നതന്നെ എന്റെ ഡയലോഗ് വെച്ചിട്ടാണ്, പ്രേമത്തിന് കുഴപ്പമെന്ന് പറയുന്നത്, അൽഫോൺസാറുമായിട്ടുള്ള. അത് ഭയങ്കര എക്സ്പീരിയൻസ്. അവിടെ ഞാൻ ഒന്ന് നിർത്തി ചോദിക്കുകയാണെ, ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു? ഫസ്റ്റ് ഷോട്ട് ഇതായിരുന്നില്ല, ഫസ്റ്റ് ഷോട്ട് വിജയ് ബാബു സാറുമായിട്ടായിരുന്നു. അതാണ് വിജയ് ബാബു സാർ എന്നൊരു എസ്റ്റാബ്ലിഷ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ഞാൻ വായിച്ചാണ്, ഇറങ്ങിയ പടം 3 ഹിറ്റ്. അപ്പോൾ ലക്കി സ്റ്റാർ ആയിട്ട് മാറി വരുമോ? അദ്ദേഹം റിപ്ലൈ കൊടുത്തെന്ന് പറഞ്ഞാൽ പടങ്ങളൊക്കെ ഓടുന്നത് നല്ല കാര്യമല്ലേ? അപ്പോൾ ജേർണലിസ്റ്റ് ഒക്കെ ചോദിക്കുന്നത് ലക്കി സ്റ്റാർ ആയല്ലോ, ലക്കി. അപ്പോൾ ആ പടത്തിലുണ്ടെങ്കിൽ പടം ഹിറ്റ് എന്നുള്ളൊരു പ്രൊഫഷണൽ ഗായ് ആൻഡ് ടു ദ പോയിന്റ് ആണ്. വൺ ടേക്കിന്റെ ആളാണ്, അടുത്ത ടേക്ക് ഒന്നും പോകണ്ട. ഇത്രയുള്ള സീരിയസ്ലി അവർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതല്ലാണ്ട് മോസ്റ്റ്ലി അങ്ങനെ ഒരു ആക്ടർ നമ്മളെ പോലെ ഒരു ന്യൂ കമേഴ്സ് എഗൻസ്റ്റ് നിൽക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് അവരൊക്കെ ഒറ്റ ടേക്കിൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? എനിക്ക് ശ്രീകുട്ടി പബ്ലിക്കബിളി ആയിട്ട് പോകും. നമ്മൾ ഞാൻ പ്രോജക്റ്റൊക്കെ കുപ്പയ്ക്കൊക്കെ വേണ്ടി ചെയ്തപ്പോഴും പ്രോജക്റ്റ് അല്ല, നമ്മൾ അതിന്റെ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ. ബട്ട് അപ്പം എങ്ങനെയാണ് ടേക്കപ്പ്? ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഫസ്റ്റ് സീൻ എന്തായിരുന്നു? ഫസ്റ്റ് സാറിന്റെ കൂടെ നടന്നു വന്ന് ഈ കുട്ടികളെ പറ്റി ഇങ്ങനെ പറയുന്ന ഇവർക്കൊക്കെ ലൈക്ക് പറയാമെന്നാണ്, ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കുറച്ച് കാര്യങ്ങൾ. കുട്ടികളെ പറ്റി സ്കൂളിൽ മിക്സഡ് സദാചാര റിലേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ് നടന്നുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ നിന്ന് അഭിനയിക്കുന്ന അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ നമ്മൾ നടന്ന് വന്ന് സംസാരിച്ച് കവർ ചെയ്യണം. അതൊരു പേടിയുണ്ടായിരുന്നു, ടൈമിങ് എങ്ങനെ തെറ്റിപ്പോകും, പൊസിഷൻ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, സാറും അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ സാർ അങ്ങനെ ഒരു ഇറിറ്റേഷൻ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അവരെയൊക്കെ കണ്ടു പഠിക്കാൻ ഒരുപാട് ഹീസ് ലൈക്ക്, ഞാൻ പറഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലാണ്. വരിക, കറക്റ്റ് ടൈം ഇതാക്കുക, പഠിക്കുക, കയറുക, അഭിനയിക്കുക, വൺ ടേക്കിൽ കാര്യം. പിന്നെ സാറ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് സാറിനോട് ദേഷ്യം തോന്നാം, ദേഷ്യപ്പെടുന്ന റോളാണല്ലോ അത് കാണുമ്പോൾ തന്നെ കുട്ടിയെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് അറിയാതെ വന്നു പോകും. അത്രയും നമുക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പം കുട്ടികളൊക്കെ അതിൽ അഭിനയിച്ച കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ശരിക്കും പേടിയായി സാറിനെ അഭിനയിക്കുന്ന സമയത്ത്. പേടിച്ച് എനിക്കൊന്ന് കുറച്ച് പേടിപ്പിക്കുന്ന രീതിക്ക് അങ്ങ് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് അൽഫോൺസ് എന്ന് ചിരിപ്പിക്കുന്ന സീൻ ഉണ്ടല്ലോ. അപ്പൊ ആക്ച്വലി അത് ഒരു അപ്പോഴത്തേക്ക് പറയണത് അതുവരെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നിട്ട് പല്ല് കാണിച്ച് ചിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത എക്സ്പ്രഷൻ സാറിന്റെ ഹാർഡ് വർക്ക്, സാറിന്റെ വർക്കും. പിന്നെ സാറ് ഭയങ്കര ഒരു ലൈക്ക് ഹീസ് എ മാജിക്കൽ പ്രൊഡ്യൂസർ. ആ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കണ്ടില്ലേ, എല്ലാ പടവും ഹിറ്റാണ് സാർ എടുക്കുന്നത്. സാറിന് അറിയാം ഏത് വർക്കാവില്ലെന്ന് വ്യക്തമായിട്ട് ഐഡിയ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് സാറിന്റെ ഒരു 90% ഓഫ് ദ ഫിലിം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്, അല്ലാതെ ഒന്നും വിജയിക്കാത്ത. അല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ അഥവാ തിയേറ്റർ റൺ ഇല്ലെങ്കിൽ കൂടെ ആ ക്വാളിറ്റി അതിനകത്തുണ്ട്. അപ്പം ഹീ നോസ് വാട്ട് വിൽ വർക്ക്, എന്താണ് കണ്ടത്. അപ്പം എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ശരി, സാറൊരു
സൂപ്പറാണ്. വിജയബാബു സാറ് നല്ല അടിപൊളി സാറാണ്. അപ്പോൾ ആദ്യത്തെ ഷോട്ടിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും? ബിക്കോസ് ബേസിക്കലി ഞാനത് ചോദിക്കാൻ കാര്യം ഒരുപാട് ന്യൂ കമേഴ്സിന് ഉണ്ടാവും വലിയൊരു സ്റ്റാറിൻ്റെ കൂടെ ചെയ്യാനോ അല്ലെ ചിലപ്പോൾ. അപ്പം എന്തായിരുന്നു, വാട്ട് വാസ് യുവർ പ്രിപ്പറേഷൻസ്? എനിക്ക് റോള് വന്നപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിപ്പോൾ വന്നു നേരത്തെ അപ്പോൾ അപ്പോഴാണോ കിട്ടണേ? സ്ക്രിപ്റ്റ് നമുക്ക് അപ്പോഴാണ് പറഞ്ഞു തന്നത്. ഇന്നാണ് ഡയലോഗ് എന്ന് രാവിലെ പറഞ്ഞു തന്നു. നമ്മൾ പഠിച്ചു. കാരണം നമ്മളിപ്പോൾ ഒരു ന്യൂ കമ്മർ അല്ലേ, അത് നേരത്തെ ഒന്നും പറയത്തില്ലല്ലോ, ഏതാ റോളെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ പക്ഷേ ഇറ്റ് വാസ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. എനിക്ക് കുറച്ച് ഈ പറഞ്ഞ നേരത്തെയൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും അത്രയ്ക്ക് ഇവരൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചെയ്യാൻ പേടിയായിട്ടില്ലായിരുന്നു. ചെയ്തു. പിന്നെ തെറ്റിപ്പോവും, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു ഇതുണ്ട്. നമ്മൾ ഇത്രയും വാല്യൂബിൾ ടൈമുള്ള അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യണമെന്ന് ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെയൊക്കെ പോയി. ചിലതിനൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ പോയി. ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഓരോരുത്തരും ഡിഫറെൻറ്റ്. ഇപ്പോൾ അൽഫോൺസ് പുത്രൻ സാർ എന്ന് പറയുന്നത് നമ്മൾ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. പുത്രൻ പ്രേമവും നേരവും ഒക്കെ നമ്മൾ അത്രയും വലിയൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടറിന് അഗെയിൻസ്റ്റ് ആ സാറിൻ്റെ തന്നെ സിനിമയെ ട്രോളുന്ന രീതിക്കുള്ള ഡയലോഗാണ്. അത് പറയാൻ സമ്മതിക്കുക എന്ന് പറയുന്നത് ആ മൂപ്പരുടെ കൈൻഡ്നെസ് ആണ്. അത് സ്ക്രിപ്റ്റിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഈ റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയൊക്കെ അത് വേറൊരു ബ്രില്യൻസ് ആണ്. അത് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഒരു ന്യൂക്കമറായ എന്നെ ഈ ഡയലോഗ് പുത്ര സാറിന് അഗെയിൻസ്റ്റ് പറയാം. ട്രെയിലറിൽ അത് വരിക, ട്രെയിലർ മാത്രം ഭയങ്കരമായിട്ട് ഹിറ്റാവുക, ആ പോർഷൻ മാത്രം ആളുകൾ റീൽ ചെയ്യുക. ഇതൊക്കെ എനിക്ക് ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ് കിട്ടിയത്. ആക്ച്വലി ഞാൻ അതിനകത്ത് ചോദിക്കാൻ പാടണമെന്ന് അറിയില്ല. അതിനകത്ത് മേക്കപ്പിന് തന്നെ ഞാൻ ഒരിക്കൽ ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ടി സിനിമയിലുണ്ട് കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ നമ്മൾ കാണുന്നത് ഇങ്ങനെ അല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഡൾ മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ടീച്ചറിനെ അതെന്താണ് അത് അത്രേ ഉള്ളൂ. കാരണം ഞാൻ പറയും, തമാശക്ക് പറയുന്നു, പുറത്ത് പാല് വാങ്ങാൻ പോകുമ്പോൾ 1 കിലോ പുട്ടി അടിച്ചിറക്കുന്നത് ഞാനാണ്. ഒരു മേക്കപ്പും ഇല്ലാതെ മാക്സിമം ഡള്ളാക്കിക്കൊണ്ട്. പക്ഷെ ഞാനത് ആദ്യം ഈ മറ്റേ പറഞ്ഞ നമുക്ക് സിനിമയിലൊക്കെ ഒരു മാക്സിമം സുന്ദരി ആയിരിക്കും എന്നല്ല എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവർ കാണാതെ ഇവിടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മറിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും. അപ്പം സവിൻ സാർ അവിടെ നിന്ന് പറയും, ചേച്ചി കൊള്ളാം, ഇനി എല്ലാം തുടച്ചോ. മേക്കപ്പ് മാനെ വിളിക്കും. ആ മേക്കപ്പിലുള്ളവർ, ചേച്ചി ഞങ്ങളെ വഴക്ക് ഏൽപ്പിക്കാണോ, എല്ലാം തുടച്ചു വിട്ടതല്ലേ, പിന്നെ എന്തിനാ ചേച്ചി ഇട്ടത്? ഞാൻ പറയില്ല, എൻ്റെ ഒരു ആഗ്രഹത്തിന് കുഴപ്പമില്ല ചേച്ചി, നമുക്ക് അടുത്ത പടത്തിൽ ചേച്ചി ഫുൾ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യാം. പക്ഷെ അന്നത് പറയുമ്പം ഈ മേക്കപ്പ് ഇടാതെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമം എന്നൊക്കെ തോന്നിയെങ്കിലും ഇന്ന് അതിൻ്റെ ഔട്ട്പുട്ട് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും കണക്ട് ആവുന്നത് അത്രയും റോ ലുക്കിലും ഞാൻ ആദ്യം ഫസ്റ്റ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ പാട്ട് മറ്റേ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അവിടെ അതല്ലേ ഫസ്റ്റ് സീൻ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇതെന്താണ് ഇങ്ങനെ. ഞാൻ ആക്ച്വലി ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് കണ്ട പടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലുക്കിൽ വന്ന പിന്നെയാണ് അതിൻ്റെ ഒരു ഗോയിങ് ഫോർവേഡ് ആ പടത്തിനെ ആ ലുക്ക് വന്നുകൊണ്ടാണ് എന്നെ ശരിക്കും ഒരു സർക്കാർ സ്കൂളിലേക്ക് ഒരു ടീച്ചർ ഒരു കണക്ക് നമ്മുടെ ഒരു റോ ആയിട്ട്. ഒന്നാമത് ഈ ടീച്ചർ ഒരുങ്ങാത്തതിന് റീസൺ ഉണ്ട്. ഇതൊരു സദാചാരവാദി ടീച്ചറാണ്, ഒരുങ്ങുന്നവരെ കുറ്റം പറയുന്ന ടീച്ചറാണ്. അപ്പം അങ്ങനെയുള്ള ടീച്ചർ ഒരുങ്ങിയൊന്നും വരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ക്യാരക്ടറിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ടീച്ചറെ ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഞാനല്ല. അത് അപ്പം ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തത് വേറൊരു ഫിഗർ. അത് ലൈക്ക് ഇത് ശരിക്കും ഒരു ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അവരുടെയൊക്കെ ഒരു വിഷനാണ്. അവരെന്ത് പറഞ്ഞോ അവരാണ് നമ്മളെ ചെയ്യിപ്പിച്ചത്. അവരെന്ത് പറഞ്ഞോ അത് നമ്മളെ എക്സ്ട്രാ ഒന്നും അത്രയും വേണ്ട ചേച്ചി, കുറച്ച് മതി, അഭിനയം വേണ്ട കുറച്ച് മതി, നമ്മൾ കറക്റ്റ് മീറ്ററിൽ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഈ പടം അത്രയും എല്ലാവർക്കും കണക്ട് ആവുന്നത്, ഹിറ്റായത്. വിജയബാബു സാറിന്റെ ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? അതോ നമുക്ക് ഒരു ടേക്ക് നമുക്ക് 3-4 ആംഗിളിൽ എടുക്കും. അപ്പം നമ്മൾ എന്തായാലും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഷോട്ട് എടുത്താലും നമുക്ക് ആ ഷോട്ട് തന്നെ ഈ സജഷൻ ഷോട്ടായിട്ടും മറ്റേ ഷോട്ടായിട്ടും അങ്ങനെ പല ആംഗിളിൽ എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ലാതെ കഞ്ഞി വെച്ചില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾ ഇനി സാറുമാരൊക്കെ കാണുമ്പോൾ ചോദിച്ചോളൂ. 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ കുഴപ്പമില്ലാതെ പോയി. ഒരുപാട് എന്തെങ്കിലും നമ്മളൊക്കെ പുതുമ ഞാൻ അത് ചോദിക്കുന്നത് ശരിയാണ്. നമ്മളൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ട് എനിക്കും പറ്റിയിട്ടുണ്ട്. നമ്മൾ അഭിനയിച്ചിട്ട് നോക്കുമ്പോൾ അവസാനം ഒന്നും കാണൂല. അപ്പോൾ അല്ല ഞാൻ ആരെയും ബിക്കോസ് ബേബി ലാൻഡ് അപ്പോൾ അങ്ങനെയുള്ള അഭിനയിച്ച സീൻസ് എല്ലാം വന്നിട്ടുണ്ടോ? ഈ ഒരു പേടി ഉണ്ടായെന്ന് എനിക്കറിയാം. ഞാനൊരു ന്യൂ കമ്മർ ആണല്ലോ, ഞാൻ തന്നെയാണ്. അത് ഭാഗ്യം. അപ്പം ഞാനൊരു ന്യൂ കമ്മർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ള പേടി എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇനി എത്ര അഭിനയിച്ചാലും ലെങ്ത് കൂടി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നമ്മളെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ. കാരണം ഞാൻ
ആരോടും ഇത് പറഞ്ഞില്ലായിരുന്നു. ഒരു പരിധി വരെ അഭിനയിച്ച് വന്നതിന് ശേഷം എൻ്റെ കുറച്ച് ക്ലോസ് സർക്കിൾ അല്ലാതെ ആരടുത്തും പറഞ്ഞില്ല, ഒന്നും ഷെയർ ചെയ്യുന്നില്ല. പിന്നെ ട്രെയിലർ വന്നപ്പോഴാണ് എൻ്റെ തല അതിനകത്ത് കണ്ടു. അതിനുശേഷം ഒരു ധൈര്യം വന്നതിന് ശേഷം, കാരണം എന്താ പറയാത്ത ചോദിച്ചാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണോ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തൊക്കെ പോകും. പക്ഷേ എന്തോ ഒരു ഫോർച്ചുനേറ്റ്ലി ഞാൻ അഭിനയിച്ച കുറേ സീൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് സീൻസ് ആയതുകൊണ്ട് ഞാൻ അഭിനയിച്ച സീൻസ് ഒന്നും അങ്ങനെ കട്ടായി പോയിട്ടില്ല. അതൊരു വലിയ അവസാനത്തെ കലാശക്കളിയിൽ അവിടെയുണ്ട്. അതായത് ത്രൂ ഔട്ട് 5-6 സീൻസ് ആണെങ്കിലും ആദ്യം തൊട്ട് പ്ലേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്ത് സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളൊരു ഫീല് പലരും പറയുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എനിക്ക് അവസാനത്തെ സീന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇപ്പൊ പറഞ്ഞു കാരണം ഞാൻ കുറച്ച് ചെയ്തിട്ട് ശേഷം ചെയ്തതല്ലേ, അപ്പോൾ നമ്മൾ കുറെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആയി ചെയ്യാനായിട്ട്. മറ്റേതിൽ ഓരോന്നിനും നമുക്കൊരു ചെറിയ പേടിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബിനുസാറുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ തമാശ സീൻസ്, ഈ ഡിംഗോൾഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ഇച്ചിരി തമാശയായിട്ട്. പിന്നെ മനസ്സുകൊണ്ട് ഭയങ്കര സ്നേഹമുള്ള സീൻസ് ഒബ്വിയസ്ലി വിജയ് ബാബു സാറുമായിട്ടുള്ള സീനും അൽഫോൺസ് പുത്രൻ സാറുമായിട്ടുള്ള സീന് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. ട്രെയിലറിൽ വന്ന സീൻ, ആ സീനാണ് എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ സീറ്റിൽ വിളിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആരാണ് ആദ്യം വിളിച്ചത്? എന്തെങ്കിലും നല്ല കമൻസ് കിട്ടിയിട്ടുണ്ടോ, ചീത്ത കമൻസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം ഇങ്ങനെ ആരായിരുന്നു? ഒബ്വിയസ്ലി ഫാമിലി വുഡ് ഹാവ് സാറ്റ് വിത്ത് ആൻഡ് സോ ദ സിനിമ. അല്ലാണ്ട് അവരെന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കണം ആദ്യം. രണ്ടാമത് വേറെ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഫസ്റ്റ് കമന്റ് എന്താ? ഞാൻ ഫസ്റ്റ് ഫിലിം കാണുന്നത് ഹോൾ ക്രൂവിന്റെ കൂടെ പത്മ തിയേറ്ററിലാണ്, എറണാകുളത്ത്. നമ്മൾ ക്രൂവിന്റെ കൂടെയാണ് രാവിലെ. അപ്പോൾ അത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഓൺലൈൻ ചാനലുകാരും ഇഷ്ടംപോലെ ആൾക്കാരും അവരൊക്കെ വന്നിട്ട് ചേച്ചി നന്നായിട്ടുണ്ട്. അപ്പം എനിക്ക് അത്ഭുതം, നമ്മളൊക്കെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നു, നമ്മുടെ ബൈറ്റ്സ് എടുക്കുന്നു, കൊള്ളാന്ന് പറയുന്നു. അവിടെ കൂടെ അവിടെ പോയ പിള്ളേരൊക്കെ ലേക്ക് ടീച്ചർ എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നു, ആ റോള് പറഞ്ഞ് വിളിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആ ഒരു ഭയങ്കര ഫീൽ. നമ്മൾ അത്രയും കാലം എന്താ പറയുക ആഗ്രഹിച്ചിരുന്നൊരു സംഭവം നമ്മൾ ഇറങ്ങുന്നു, ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ സംഭവം. അതാണ് ആദ്യം കിട്ടിയത്. പിന്നെ എൻ്റെ കൂടെ തന്നെ പറയുന്നത് അച്ചു, എൻ്റെ ഫ്രണ്ട്, അവള് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞു നീ അത് കില്ലുമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല, കമൻസ് ഒക്കെ കാണുന്നേ ഉള്ളൂ. നെഗറ്റീവായിട്ട് അങ്ങനെ നീ ചെയ്തത് ശരിയായില്ല എന്നൊന്നും ഇതുവരെ ഭാഗ്യം കൊണ്ട് കേട്ടില്ല. അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ച് കണ്ടിട്ട് എന്തെങ്കിലും അതൊരു ഇപ്പൊ 90% ഓഫ് ആൾക്കാർക്കും ഈ സിനിമ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു 10% എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അങ്ങനെ 10% ആൾക്കാർ കണക്ട് ആയിട്ടില്ല എന്ന് പറയാം. അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഞാൻ പറയട്ടെ, ബിക്കോസ് ബേസിക്കലി ഞാനൊരു ഇൻസിഡന്റ് പറയാം. ബിക്കോസ് ഫിലിം ഈസ് റണ്ണിങ് പാക്ഡ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അത് എത്രത്തോളം കണക്ട് ആവും എന്നുള്ള, അവർ ഈ 90s സ്കൂളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂത്രപ്പുരയോ, ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉള്ള സാഹചര്യം, സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളിലൊക്കെ, പ്രൈവറ്റ് സ്കൂളിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, അത് വേറെ കാര്യം. എന്നാലും ഈ പറഞ്ഞ മൂത്രപ്പുര ഒരു കാര്യമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നതും മുട്ടായി ഷെയറിങ്ങും ഈ പറഞ്ഞ ഇന്നത്തെ പോലത്തെ ഡ്രഗ്സ് ഒന്നുമല്ല. ബട്ട് എനിവേ ഡയറക്ടറും എനിക്ക് പറയാനുള്ള ഡ്രഗ്സ് ഡയറക്ടറും വിപിൻ ദാസും സജിൻ ഓൾവേസ് ഗെറ്റ് സബിൻ. അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഈ ആദ്യത്തെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് എല്ലാവർക്കും അയ്യോ അത് പറയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിന് കയറിയപ്പോൾ ഇതിൻ്റെ ഒരു എഫേർട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ മൊത്തം സീറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ ഇസ് ലൈക്ക് എൻ്റർലി ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ്. ഇവർ ഉറക്കം പോലും ഇല്ല, കാരണം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്ക് ലേറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവർ നാളത്തതും ചാർട്ട് ചെയ്ത് നമ്മളെക്കാളും ഒക്കെ മുന്നേ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇവരെപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ആ വഴിയിൽ വന്ന ആളാണല്ലോ സവിൻ സാറ്. അപ്പം പല അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമല്ലേ ഇതിൻ്റെ ഡയറക്ടറായത്. സോ അതായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡെഡിക്കേഷൻ കൊടുത്തത്. അതിലൊരു എന്താ പറയുക, ഒരു അത്ഭുതവും ഇല്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാൾ ഇങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. 2 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കേരളം ഇതെങ്ങോട്ടാ പോകുന്നതെന്നുള്ള ചോദ്യം വളരെ അൽഫോൺസ് സാറിനെ കൂടി ചോദിക്കുന്ന ചോദ്യം നമുക്കെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത് ടോട്ടലി ഡ്രഗ് ഇതും അതും ഇതും ഒക്കെ എവിടെയാണ് പോകുന്നത്. അപ്പോൾ അതൊരു they are trying to communicate some message to younger generation. This is not what we want. അതിപ്പോൾ നമ്മുടെ KC വേണുഗോപാൽ സാറും ഒക്കെ പറഞ്ഞു, നമ്മൾ 1000 പ്രസംഗത്തിനെക്കാളും പവറാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പടം. അതെ. പിന്നെ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ചില ഇങ്ങനത്തെ 1-2 നല്ല അടിപൊളി സിനിമ ഉണ്ടാക്കിയിട്ട് പിള്ളേരെ കാണിച്ചാൽ മതി, അവരവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്യാം. അവയർനെസ്സും കൂടെ എല്ലാവരുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് ഡിപിക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? പലർക്കും നമുക്ക് എല്ലാവരും വിശ്വാസമാണ്. നല്ലൊരു ജ്യൂസ് കടയിൽ പോകുന്നു, മൊത്തം ഞാൻ ജ്യൂസ് കട മോശക്കാരില്ലെന്നാ പറയുന്നത്. എവിടെയെങ്കിലും സ്കൂളിന്റെ അടുത്തൊക്കെ ഉള്ളപ്പം എക്സ്ട്രാ ആയിട്ട് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഹാവ് എക്സ്ട്രാ കെയർഫുൾ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ്. ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്ന ഓരോ വിഷയവും റെലവെന്റ് ആണ്. ഓരോ
വിഷയം റെലവൻ്റ് ആണെന്ന് മാത്രമേ ഒരു സംഭവമായിട്ട് പറഞ്ഞു പോവുകയില്ല, അതിനുള്ള സൊല്യൂഷനും കൂടെ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഓരോ പടത്തിലും ഓരോ സാധനങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് വിട്ടിട്ട് അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ ഒരു പ്രാവശ്യം ഒരാൾക്കൊരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ള വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് തിങ്സ് ലൈക്ക് ചെറിയ കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഗ്രൗണ്ടിൽ കൊണ്ട് ബസ് ഇടുന്ന അതൊക്കെ എത്ര തോട്ട്ഫുൾ ആയിട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു കാലാവസ്ഥ അത് മാത്രമല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് റിലേഷൻഷിപ്പിന് ഇതില്ല. ഇങ്ങനത്തെ ഒരു പടം കാണുമ്പം കുട്ടികളെല്ലാം കരയുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്, എഫക്റ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആവുന്നില്ലെന്ന് പറയുന്നത്. മേ ബി അവർ പഠിച്ച കാലഘട്ടമൊക്കെ ആയിരുന്നു, പക്ഷേ റിലേഷൻഷിപ്പ് ബോണ്ടിങ്സ് കാണിച്ചിരിക്കുന്നത്, സിബ്ലിംഗ് ബോണ്ടിങ്, അച്ഛൻ മകൻ ബോണ്ടിങ്, ഒരു ടീച്ചർ എങ്ങനെ ആവരുതെന്നുള്ള സംഭവം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഏത് കാലത്തും ഇപ്പം നമ്മൾ സന്ദേശം പോലെ ഒരു പടം പറയുന്ന കണക്ക് രാഷ്ട്രീയം പറയും, അത് എന്നെടുത്താലും റെലവൻ്റ് ആണെന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് ബോണ്ടിങ് ഒക്കെ ഏത് കാലത്തും ആരായാലും ഭയങ്കര റെലവൻ്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു വാഴ 90% ആൾക്കാരും കണക്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ അവരുടെ ജീവിതത്തിൽ അവർക്കോ അല്ലെങ്കിൽ അവർ കണ്ട ഏതെങ്കിലും ഒരു ജീവിതം അതിനകത്തുണ്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാവർക്കും അത് കണക്ട് ആവുന്ന അതുകൊണ്ടാണ്. ഞാനപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. അതിനകത്തൊരു ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനും ഈ പറഞ്ഞ പോലെ നമ്മളും ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻസിൽ പറയുമ്പോൾ ഹൗ എ ഗുഡ് ടീച്ചർ ഹാസ് ടു ബി, അത് ആ ഒരു പോയിന്റ്. ബിക്കോസ് പലർക്കും അനുഭവമാണ്. ഞാനിപ്പം ജസ്റ്റ് സെഡ് ആയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു കമൻറ്റ് ഉണ്ട്, ഒരു ടീച്ചർ കാരണം മാത്സ് വെറുത്ത ഒരു വിദ്യാർത്ഥി എനിക്കറിയാം. എൻ്റെ ഒരു കൊളീഗാണ്. സോ ഗുഡ് ബട്ട് ഹി വാണ്ട്സ് ടു ബിക്കം എൻ എഞ്ചിനീയർ ബിക്കോസ് ഓഫ് എ ടീച്ചർ he doesn't want to become an engineer. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇപ്പം ഒരാൾ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ താങ്ങി കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗുഡ്. ഇന്നലെ തന്നെ പറഞ്ഞു നിങ്ങൾ പൊട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ അത് നമുക്ക് എന്തിനേറെ പറയുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ണൂർ ദന്തൽ കോളേജിൽ നടന്ന ഇൻസിഡന്റ്, അത് എത്ര ശതമാനം അതിനകത്ത് സത്യം ഉണ്ടെന്നുണ്ട്, പക്ഷെ പുറത്ത് കാണുന്നതൊക്കെയാണ് സത്യം. യെസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബാഡ് ടീച്ചർ. ആ കുട്ടിയുടെ ജീവൻ വരെ പോകേണ്ട ഒരു അവസ്ഥ അങ്ങനെയാണെങ്കിൽ പേരന്റിങ്ങിന്റെ കാര്യങ്ങൾ നല്ലതായിട്ട് ഒരു അച്ഛൻ എങ്ങനെ ആവണം, ഒരു അച്ഛൻ എങ്ങനെ ആവരുത് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ കാര്യം എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇതിനകത്ത് അഭിനയിച്ച റോള് അതിനകത്ത് ഒരു സദാചാരവാദിയായിട്ടുള്ള ടീച്ചറാണ്. അതിനകത്ത് പറയുന്നുണ്ട് നീക്ക് എന്തിനാ ആരെ കാണിക്കാനേ ഒരുങ്ങി കെട്ടി വരുന്നത്. ആ സാധനം ഭയങ്കര പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ റീൽ ഇറക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മുടെ സ്കൂൾ ജേണിയിൽ ഇച്ചിരി ഒരുങ്ങി വരുന്നൊരു പെൺപിള്ളേർ കേൾക്കുന്നൊരു കാര്യമാണ്, ആരെ കാണിക്കാനായി വരുന്നത്, പഠിക്കാനല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പറയുക, നമ്മൾ ആരെയും കാണിക്കാനല്ല, ഇറ്റ്സ് അബൌട്ട് സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഹാപ്പിനെസ് വരുവാണ്. ടീച്ചേഴ്സിന് പറയാം, പഠിക്കുന്ന കാര്യങ്ങൾ പറയാം, ഒരാളുടെ പേഴ്സണൽ ലുക്കിനെ കുറിച്ച് നീക്ക് എന്തിനാണ് ഒരുങ്ങുന്നത്, അത് ആ കുട്ടിക്ക് കോൺഫിഡൻസിൻ്റെ കാര്യമൊക്കെ. നമുക്ക് നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ മുഖത്തൊരു ഇച്ചിരി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി കോൺഫിഡൻസ് കിട്ടുന്നെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് അനുഭവിക്കുന്ന ട്രോമ നോക്കുക, ആ കുട്ടിക്ക് ഒരു ബാഡ് ഇതാണ് കിട്ടുന്നത്. പ്രസൻറ്റബിൾ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി മോശമായിട്ട് ധരിക്കും. അന്ന് കുഞ്ഞിലേ മുതലേ ഈ കേൾക്കുന്നത് ഹോൾ ക്ലാസ് ആണ്. അപ്പം അവർ ഒരു കുട്ടിയെ മാത്രമല്ല ബാക്കിയുള്ളവരും ചിന്തിക്കുന്ന ഓക്കെ അപ്പോൾ ഒരുങ്ങി വരുന്ന പെൺപിള്ളേരൊക്കെ പോക്കാണ്. ആ ഒരു ഇമേജ് ടീച്ചേഴ്സ് തന്നെ അവിടെ ഇൻജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് ഒരു റെവല്യൂഷണറി ഡയലോഗാണ് അത്. ആ ഡയലോഗ് എനിക്ക് തന്നതിനകത്ത് ഒരുപാട് നന്ദി എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ ആ സാധനം ഇനിയെങ്കിലും ടീച്ചേഴ്സൊക്കെ കണ്ണുറക്കട്ടെ, ദയവ് ചെയ്ത് പെൺകുട്ടികളെ സ്ലട്ട് ഷേമിങ് ചെയ്യരുത്. ഇങ്ങനത്തെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞോളൂ. ചിലപ്പോൾ അവർ കൺസേൺ ആയിരിക്കും, അയ്യോ ഇനിയിപ്പോൾ ഒരുങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കാതെയൊക്കെ നടന്നു പോകുന്നുള്ള കൺസേൺ. പക്ഷെ അങ്ങനെ പറഞ്ഞു ജെൻഡർ സ്പെസിഫിക് ആവാതെ ഇപ്പം നമ്മളൊക്കെ കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾ ആൺകുട്ടികൾക്കും ഉണ്ട്. അല്ലേ ഒരു കോപ്പറേറ്റീവ് ഇങ്ങനെ വർക്ക് ഡ്രസ് ചെയ്യണമെന്ന് അറിയില്ല, അവരുടെ മനസ്സിൽ അതങ്ങനെ. ചിലരോട് പറയട്ടെ നീ വലിയ സ്റ്റൈൽ കാണിക്കുമല്ലേ, നീ എന്തിനാ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഒരു കോംപ്ലക്സ് ആയിട്ട് എങ്ങനെ കോപ്പറേറ്റീവ് ഡ്രസ് ചെയ്യണമെന്ന് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അവർ എങ്ങനെയൊന്നൊരു ഗസ്റ്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ മുന്നിൽ കൊണ്ട് ഇരുന്ന് പ്രസന്റ് ചെയ്യണം, ബിക്കോസ് ദേ ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. അപ്പോൾ സ്കൂളിൽ തന്നെ ഒരു നല്ലൊരു പേഴ്സണൽ ഗ്രൂമിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹൈജീന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, വ്യക്തിവികസനം അവിടുന്ന് തുടങ്ങിയാൽ ദാറ്റ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ബിക്കോസ് നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടും കേരളത്തിനെ സംബന്ധിച്ചുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? പക്ഷെ സ്കൂളിൽ നമ്മൾ ഇച്ചിരി ഒന്ന് പ്രസന്റബിൾ ആയിട്ട് ഇരുന്നാൽ നെഗറ്റീവായിട്ട് പറയുന്നതായിരുന്നു. അത് മാറണം. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ നല്ലൊരു ഷൂസ് ഇട്ടുണ്ടോ
ഇവനാരടാ ഇവൻ എന്തിനു ജാടയാണല്ലോ അതെന്താ ഇങ്ങനെ കണ്ണും വാലൊക്കെ എഴുതാറിയാലോ പഠിത്തം 40 മാർക്കാണ്. അതെ, അപ്പൊ ആ ഒരു കമ്പാരിസൺ ഒന്നും ഇല്ലാതെ ഇതെല്ലാം നമുക്ക് വേണ്ട. കുട്ടികളുടെ മനസ്സിൽ ആ ട്രോമ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയാൽ അങ്ങനെ ആന്നുള്ളൊരു വിഷമവും അവർക്ക് അങ്ങനെ ഒരു അതിന്റെ തെളിവാണ് എത്രയോ റീൽസ് എത്രയോ കുട്ടികൾ ഇത് വെച്ച് കണക്ട് ചെയ്തിടുന്നത്. ഇത് എന്റെ ഡയലോഗ് മാത്രം കട്ട് ചെയ്തിട്ടുന്നുണ്ട്, ഇങ്ങനത്തെ ടീച്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അത് ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ കണ്ണു തുറക്കട്ടെ, ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ. അപ്പം നമ്മൾ അതിനകത്ത് ഇന്ററാക്ഷൻസ് അൽഫോൺസ് സാർ എങ്ങനെയായിരുന്നു? കുറച്ചും കൂടെ അൽഫോൺസ് സാർ ലൈക്ക് ജെം ഓഫ്, അത് വേറൊരു ജിന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരാളാണ്. നമ്മളാണോ ന്യൂക്കമ്പർ, സാറാണോ ന്യൂക്കമ്പർ, സാർ അതിന് ഓക്കെ ആയോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അത്രയും ഭയങ്കര പാവമാണ്. അങ്ങോട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് സാറ്. ഞാൻ കേട്ടത് സാറ് അടുത്ത നിവിൻ പോളി പടത്തിന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ മോസ്റ്റ്ലി ഇപ്പോൾ സാറിന്റെ വേറൊരു വേർഷൻ ഇപ്പോൾ കുറച്ച് സിനിമകളിൽ കാണുന്നു. ആക്ടിങ്ങിൽ സാറ് ഭയങ്കര സംഭവം എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിന്റെ തന്നെ ഒരു ഭയങ്കര USP എന്ന് പറയുന്നത് സാറിന്റെ ആ ഒരു ഏരിയയാണ്. ഭയങ്കരമായിട്ട് സാറ് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിനോട് ശരിക്കും കേരളത്തിനുള്ള സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് പിള്ളേർ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ചെയ്യാൻ പറയണക്ക് നമ്മൾ കുറേ എനർജി ഉണ്ട്. നമ്മളിപ്പോൾ എന്താ ഒരു ടാബും കൊണ്ട് എവിടെയെങ്കിലും എടുത്തു അല്ലെങ്കിൽ മിണ്ടാതെ പോയി ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളുടെ എനർജി എവിടെ കളയും? അത് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ അറിയാതെ ചെയ്യും. എന്തെങ്കിലും ഈ പറഞ്ഞ ഗെയിമിലോട്ടോ കാര്യത്തിലോട്ടോ അവരുടെ എനർജി, കുട്ടികളല്ലേ എനർജി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ ആവശ്യമില്ലാത്ത ചിന്താഗതികൾ വരത്തില്ല. അതൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ വിപിൻ സാറിന്റെ ഒരു തൂലിക ഭയങ്കരമാണ് അതിനകത്ത്. നമ്മുടെ അജു വർഗീസ് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. സാറുമായിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൽ റൂമിലുള്ള കോമ്പിനേഷൻ. സാറ് വെരി ലൈക്ക് ന്യൂ കമേഴ്സിന് ഇത്രയും വെൽക്കമിങ് ആയിട്ടുള്ളൊരു ആളെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സാർ ഭയങ്കര ക്യൂരിയസ് ആണ്, നമ്മൾ എന്ത് ചെയ്തു എന്നറിയാനും നമ്മളെപ്പറ്റി അറിയാനും. പിന്നെ ഞാനൊക്കെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യം പോലില്ല. സാർ എല്ലാം എന്താ പറയുക ഇപ്പോഴത്തെ കറണ്ട് തിങ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് തന്നെ സാർ ചോദിച്ചു നമ്മൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ് വർക്ക് ചെയ്തിട്ട്, ഞാൻ ഇല്ല സാർ ഫസ്റ്റ് പടമാണ് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സാറിൻ്റെ മെസ്സേജ് കഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞ റിയാലിറ്റി അതാണ് ഞാൻ കണ്ടിട്ടുണ്ട് റിയാലിറ്റി. ഞാൻ ഞെട്ടിപ്പോയി, നമ്മുടെ റിയാലിറ്റി ഷോസൊക്കെ സാറ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ കറൻ്റ്ലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഹാഷിറാൻ ടീം പിള്ളേരുടെ അടുത്തൊക്കെ അവർ ഇപ്പം എന്താ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കും, പുതിയ ടെക്നോളജി മനസ്സിലാക്കും. ഹാഷിറാൻ ടീം എല്ലാം വർക്കല ബേസ്ഡ് ആണ്. ഇതിനകത്ത് കുഡൂസൻ ടീം എന്ന് പറഞ്ഞിട്ട് കുറേ മറ്റേ തിയേറ്റർ സീലുള്ള പിള്ളേർ, ഇവരെല്ലാവരും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇൻഫ്ലുവൻസസിന്റെ ഒരു അവഞ്ചേഴ്സ് ഗെയിം പോലെ. എല്ലാം നമ്മളെ ഫേമസ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമ്മൾ മലയാള സിനിമയുടെ 2020 പോലെ ഇൻഫ്ലുവൻസസിന്റെ 2020 നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഇറ്റ്സ് ലൈക്ക് ഹാഷിർ തന്നെ ഒരു അവൻ ഇതിനകത്ത് വരുന്നതിന് മുന്നേ അതിന് 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അത്രയും ഫേമസ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഹാഷിർ ടീം, അല്ലമീൻ ടീം എന്നൊക്കെ പറയുന്നത്. അത് ദേ ആർ ലൈക്ക് കഴിഞ്ഞ തവണ വാഴ 1 ഇവരുണ്ടായിരുന്നു കുറച്ച്. അപ്പം ഹാഷിന്റെ ഫാൻസ് ഒക്കെ വന്നിട്ട് ഹാഷിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് ഹാഷിർ ഇല്ലെന്നുള്ള അതിൻ്റെയൊക്കെ ഒരു ഉത്തരം ത്രൂ ഔട്ട് ഹാഷിറിന്റെ അഴിഞ്ഞാട്ടമാണ് ഈ പടത്തിൽ. ഹാഷിറായാലും അലനായാലും വിനായകായാലും അജിനായാലും ഈ 4 പേരും നല്ല കിടിലം പിള്ളേരാണ്. ഭയങ്കര സ്വീറ്റാണ്, നല്ല വിഷനുള്ള കുട്ടികളാണ്. ലൈക്ക് അവർ നമ്മൾ വിചാരിക്കുക തമാശ റീലൊക്കെ ചെയ്യുന്ന അല്ല, അവർ ഒരു കാര്യം ചെയ്യുന്നതിൽ അവർക്ക് അത്രയും അവരുടെ റീൽസ് കണ്ടാലും അറിയാം അവർ പണ്ട് മുതലേ വൾഗാരിറ്റി ഒന്നും ഇല്ല. അവർ പ്യുവർ തമാശയാണ് അതിനകത്ത് കൊടുക്കുന്നത്. അവർ അന്നേ ഒരു വിഷനുണ്ട് അതിനകത്ത്. അലൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ജോവിയിലാണ്. എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചെക്കനെ കണക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇവരെല്ലാം റീൽസിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടോ? അതെ ഇവർ കൂടുതലും ജെൻസി പിള്ളേർക്കാണ്. 15 മുതൽ 25 വയസ്സുള്ള പിള്ളേരാണ് ഈ ഹാഷിറാൻ ടീം എന്ന് പറഞ്ഞാൽ. അവർക്ക് ഭ്രാന്താണ്. പക്ഷെ ഇപ്പം അത് മാറി. ഇപ്പം നമ്മൾ കേരളക്കാരെ എല്ലാവർക്കും ഹാഷിറാൻ ടീം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു അത്രയും മിടുക്കന്മാർ, അവരെ എഫേർട്ടും അതുപോലെയാണ്. അവർ ചുമ്മാ സ്റ്റാർഡമിലേക്ക് ഒരു 1.5 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ആയിട്ട് നിന്ന് അവർ ഫൈറ്റ് സീനൊക്കെ കണ്ടു കാണുമല്ലോ. അതൊക്കെ റോയാണ്. അതൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അടിയൊക്കെ അത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. തല്ലുകൊണ്ടില്ല, അതൊക്കെ ഭയങ്കര റോയാണ്. അത്രയും എല്ലാ ദിവസവും അവർക്ക് ഓരോർക്ക് ശരിക്കും ഇഞ്ചുറി ഉണ്ടാവും. അവരെ കൊണ്ടുപോകും. മെയിൻ നടന്മാർക്ക് തന്നെ അലൻ്റെ ഒക്കെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഇന്നത്തെ സ്റ്റാർഡം. അതാണ് അങ്ങനെ ഒരു കുറുക്കു വഴി ആർക്കും ഇല്ല. സ്നോ ലൈക്ക് ഹാർഡ് വർക്ക്, നമ്മുടെ പാഷൻ, പിന്നെ കുറച്ച്
കുറച്ച് ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. എത്ര ഹാർഡ് വർക്കും ഇതൊക്കെ പാഷനൊക്കെ ഉണ്ടായാലും ലക്ക് എന്ന് പറഞ്ഞ സാധനം പ്ലേസ് ആയിട്ട് വരണമല്ലോ. ആ ലക്ക് നമ്മുടെ സിനിമയ്ക്കും ഉണ്ട്. സിനിമയും ഈ പറഞ്ഞ കണക്ക് 200 കോടിയൊക്കെ കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് കിട്ടുന്ന അതേ അതിനപ്പുറം അക്സെപ്റ്റൻസ് ആണ് നമുക്ക്. 200 crores ആണ് ഇപ്പം ഈ വീക്കെൻഡോടുകൂടി ആവുന്നത്. അത് ഒന്ന് ആലോചിക്കുക, അതെല്ലാം പുതിയ ആൾക്കാർ, ആരും പഴയ ആൾക്കാരല്ല, എക്സ്റ്റാബ്ലിഷ് ആയിട്ടില്ല. കുറെ യങ്സ്റ്റേഴ്സ് വന്ന് അതിന് ശരിക്കും ആ പാട്ട് പോലെ തൂക്കി. അതെ, ഞാനൊരു 6 മാസമായിട്ട് ഈ പുതിയ പിള്ളേരൊക്കെ അതിനകത്ത് ബ്രദറായിട്ട് ആക്ട് ചെയ്തില്ലേ, ആ ക്രിസ്ത്യൻ ഫാമിലിയിലെ ബ്രദറായിട്ട് ദുബായിൽ വിടും, നല്ല പഠിക്കാൻ പഠിക്കാനുള്ള. പക്ഷെ അവന്റെ കണ്ണിലാണ് കേട്ടോ, അവന്റെ ഞാൻ മനസ്സിലായി അവന്റെ കണ്ണിലാണ് അവന്റെ ആക്ടിങ്, എക്സ്പ്രഷൻസ്. ലാസ്റ്റ് ആ സീനൊക്കെ എനിക്ക് ഇച്ചിരി ടച്ചിങ് ആയിട്ട്, ബ്രദറിനെ പോയി കെട്ടിപ്പിടിക്കുമ്പോൾ ആ കണ്ണിലാണ് അവന്റെ നോട്ടവും കാര്യങ്ങളും. വെരി നൈസ്. എന്റെ റീഡിംഗ് ആണ്. ദേവരാജ് ആ ബ്രദറിന്റെ ക്യാരക്ടറാണ് ദേവരാജ് എന്ന് പറയും. യുറേക്ക സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ. ദേവരാജാണ് മൂപ്പരുടെ പേര്. മൂപ്പര് ഭയങ്കര കിടിലമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ആക്ടറാണ്. ശരിക്കും മലയാള സിനിമയ്ക്ക് അടുത്തൊരു വാഗ്ദാനം തന്നെയാണ്. അത് ഈവൻ നമ്മുടെ വിപിൻ സാറ് ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ദേവരാജ് എന്ന് പറയുന്ന ആള് ഇനി റീൽ ചെയ്ത മോശമെന്നല്ല, റീൽ ചെയ്തില്ല, മലയാള സിനിമയ്ക്ക് വേണ്ട ഒരാളാണ്. കിഡിലായിട്ട് അഭിനയിക്കും, ഭയങ്കര കിഡിലുമാണ്. അത് പാവം കുട്ടിയാണ്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. യുറേക്ക സ്റ്റോറീസ് എന്ന് അത്രയും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പിള്ളേരെല്ലാം ആരെയും നമുക്ക് മോശം പറയാൻ പറ്റില്ല. ആരെയും മോശം പറയാൻ പറ്റുന്ന ആ അൽഡമീൻ ആൻഡ് ടീം മറ്റേ തിയേറ്റർ സീനിൽ തമാശയ്ക്ക് ഒരു കുറച്ച് നേരെ ഉള്ളുവെങ്കിൽ അത് നമ്മുടെ പഴയ നടനാണ്. എസ്പെഷ്യലി ആ ഒരു തിയേറ്റർ സീൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് തിയേറ്റർ സീൻ തൂക്കിയ സീനാണ് ഈ പറയുന്നത്. അതെ, അത് കറക്റ്റ് ആയിട്ട്. എനിവേ, ഇപ്പൊ ഞാൻ അടുത്തേക്ക് ഇപ്പം മറക്കാനാവാത്ത ഇപ്പൊ കുറെ ദിവസം ഉണ്ടായിരുന്നോ ഈ പറഞ്ഞ ലൊക്കേഷൻ? എവിടെയായിരുന്നു? ആലുവയിലായിരുന്നു, സ്കൂളിലായിരുന്നു. അവിടെ സ്കൂൾ അവധി സമയത്തായിരുന്നു, നമുക്ക് ഏപ്രിലായിരുന്നു സ്കൂൾ ഷെഡ്യൂൾ. അത് ഓൾമോസ്റ്റ് 1 month ഉണ്ടായിരുന്നു. നമ്മൾ 1 month എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമുക്ക് പെരിയാർ എന്ന് പറഞ്ഞ റെസിഡൻസി ഫ്ലാറ്റ് ആണ്. നമ്മളെല്ലാവരും വൈകുന്നേരം ചെന്നിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റിൽ 3 റൂം, 3 ഫാമിലി. അപ്പം നമ്മളെല്ലാവരും ഈ സിനിമ കഴിഞ്ഞിട്ട്, കാരണം സ്കൂൾ ഷൂട്ട് ആയതുകൊണ്ട് 6 മണി വരെയൊക്കെ നമുക്ക് ഉണ്ടാവും, ലൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് അത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. അത് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറയും, കളിക്കാൻ പോവും, സിനിമ കാണാൻ പോകും. തുടരുമൊക്കെ ഇറങ്ങിയ സമയം എല്ലാവരും ഗ്രൂപ്പായിട്ട് തുടരുമൊക്കെ കാണാൻ പോയി. പിന്നെ ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവും, ഫംഗ്ഷൻ, അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫ്ലാറ്റിൽ കൂടും. പിള്ളേരെല്ലാം ഭയങ്കര പൊളിയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു കോളേജ് ലൈഫായിരുന്നു ആ സമയത്ത്. പിള്ളേരുമായിട്ട് ഇല്ല, എനിക്ക് US ക്ലയന്റ് ആയതുകൊണ്ട് രാത്രി വർക്ക് ചെയ്തു. അപ്പോൾ പകല് മുഴുവൻ ഈ പറഞ്ഞ കണക്ക് അഭിനയിച്ചിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യും. എന്തെങ്കിലും ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, എന്തെങ്കിലും മറക്കാനാവാത്ത സംഭവങ്ങളുണ്ടോ? ഇവരുമായിട്ടുള്ള ഒരു 1 month മൊത്തം മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം നമ്മൾ ആദ്യത്തെ പടം ഇത്രയും വൈബ് ഗ്യാങ്, ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. അപ്പം അതൊരു ത്രൂ ഔട്ട് ഒരു ഇവരുമായിട്ട് എല്ലാ ആക്ടേഴ്സുമായിട്ടുള്ള അജു വർഗീസ് സാറായാലും അൽഫോൺസ് പുത്രൻ സാറായാലും വിജയബാബു സാറായാലും ഈ ടീമായാലും, പിന്നെ എങ്ങനെ ക്യാമറ ഫേസ് ചെയ്യണം, എങ്ങനെ പറയണം, ഏത് ആംഗിളിൽ നിൽക്കണം, എല്ലാം ഓരോ ലേണിങ്ങും, എല്ലാം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുമായിരുന്നു. ഫസ്റ്റ് പടം ഇറ്റ്സെൽഫ് ഇസ് ഫസ്റ്റ് ഷോട്ട്. എല്ലാം ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ സംസാരിച്ച് അഭിനയിച്ച ഷോട്ട് വിജയബാബു സാറുമായിട്ട്. അതിന് മുന്നേ നമ്മൾ 2 ദിവസം മുന്നേ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിർത്തി ടീച്ചർ ഒന്ന് അതുമായിട്ട് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് അവർ ചെയ്തത്. അതെ. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് എനിക്കറിയാം പണ്ട് തൊട്ടേ കൊച്ചിലോട്ട് ഒരു ആർട്ടിസ്റ്റ് ലൈഫ്, എൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി നമ്മുടെയൊക്കെ യഥാർത്ഥ പേരൻസ് അഭിനയം നോക്കാൻ മോളെ ആദ്യം പഠിക്കൂ, അല്ലെങ്കിൽ മോനെ ആദ്യം പഠിക്കൂ, ഒരു എഞ്ചിനീയറായി. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വന്നു, ഒരു ഗ്യാപ്പ് കിട്ടി, നമ്മൾ ടെക്നോ പാർക്കിൽ പോയി കുറച്ചൊക്കെ പരിപോഷിച്ചു. അപ്പോൾ മനസ്സുകൊണ്ട് എനിക്കറിയാം നമ്മൾ ഒരേ ഇത് ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സവിടെയും മറ്റൊരു പാഷൻ വഴി ആയതുകൊണ്ട് ഇതിനു വേണ്ടി ശ്രമിച്ച് അല്ലേ എത്തി. ഇതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ചെയ്തേക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ഈ ചോദ്യം ഒരുപാട് പേര് മോഹങ്ങളുള്ളവരുണ്ടാവും. അവർക്കപ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ. ഗൈഡൻസ് ഒന്നും കൊടുക്കാൻ ഞാൻ ആരുമല്ല, പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ നമുക്ക് വന്ന വഴി പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ റിയാലിറ്റി ഷോസ്, സിറ്റ്കോംസ്, സീരിയൽസിലായിരുന്നു സിറ്റ്കോംസ്, കുമ്പളവും അങ്ങനെയൊക്കെയുള്ള കുറേ ചെയ്തു. അപ്പം നമ്മൾ റിയാലിറ്റി ഷോ കഴിയുമ്പോൾ നമ്മൾ പോകും, നമുക്ക് ഇനിയിപ്പോൾ അവസരമൊക്കെ കിട്ടുമായിരിക്കും വിചാരിച്ചു. എവിടെ അങ്ങനെയൊന്നും ആരും നമ്മളെ സിനിമയ്ക്ക് വേണ്ടല്ലോ, നമുക്കാണല്ലോ സിനിമ വേണ്ടത്. എല്ലാവരും പറയുന്നത്
ഉണ്ട്. നമുക്കാണ് വേണ്ടത്. അപ്പം നമ്മൾ കീപ്പ് ഓൺ ട്രൈ. 5-6 വർഷം നമുക്ക് ഇങ്ങോട്ട് വരുന്നത് മാത്രമേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങനെ ഓഡിഷൻസ് ഒക്കെ 1-2 കൊടുത്തു തുടങ്ങിയപ്പോൾ റിജക്ഷൻസ് തന്നെ ഒബ്വിയസ്ലി. ഓപ്പൺ കോൾ ഓഡിഷൻസ് ആകുമ്പോഴത്തേക്ക് ലാർജ് ഓഡിയൻസിനിടയിൽ ഭയങ്കര പാടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരാൻ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്പം എന്തുകൊണ്ടായിരിക്കും ആ റിജക്ഷൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഈ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കാം സിനിമയിലായിട്ട് കയറാൻ. അങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്സിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തരുൺ മൂർത്തി സാറിൻ്റെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല പ്യൂപ്പയിലൊക്കെ പോയപ്പോൾ എനിക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു ഒരാളോടൊരു ചാൻസ് ചോദിക്കാനുള്ളൊരു ഇൻഹിബിഷൻ, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് തുറന്ന് ഇതാക്കാനുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഇതെല്ലാം ഇതായിട്ട് ക്ലിയർ ഔട്ട് ചെയ്ത് ചെയ്യാനുള്ള ആ ഇൻഹിബിഷൻ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. ആ ചെറുതായിട്ടുണ്ടായിരുന്നു അവിടുന്ന് അവർ ക്ലിയർ ചെയ്തിട്ടാണ് വിട്ടത്. അപ്പോൾ അതൊക്കെ പ്യൂപ്പയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ആക്ച്വലി ഞാനൊരിക്കലും ഈ പ്രായത്തിലൊക്കെ ചെന്ന് മടിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ പ്യൂപ്പയെ പോകുന്നത്. അപ്പം ഞാൻ സ്പെഷ്യൽ താങ്ക്സ് ടു തരുൺ മൂർത്തി. തരുൺ മൂർത്തിയുടെ ആദ്യത്തെ പടം ഓപ്പറേഷൻ ജാവ കണ്ടപ്പോൾ അന്ന് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് എങ്ങനെയോ കണ്ട് ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതാണ് ആള് വിത്തിൻ 2 days നമുക്ക് ചെയ്യാം. അന്ന് ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ചെയ്തത്. പക്ഷെ എനിക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഇദ്ദേഹം തുടരും. ഇതിപ്പം ലാൽ സാറിൻ്റെ പുതിയ പടം ചെയ്യുന്നു. ഐ കണക്റ്റഡ് ഇൻ വെരി വെൽ. എന്താണെന്നറിയില്ല, ബട്ട് ഐ ഫെൽറ്റ് ഈസ് എ വെരി ജെന്യൂൻ ഹ്യൂമൻ ബീങ്. പക്ഷേ ഭയങ്കര അല്ലേ, സത്യമല്ലേ, നമുക്ക് പ്യൂപ്പനെ കുറിച്ച് അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ സാറിനോട് സംസാരിക്കും. സാറിനോട് പറയും സാറ് ഡയറക്ടറെക്കാളും ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ, ഒരു തെറാപ്പിസ്റ്റിനെ പോലെയാണ്. അദ്ദേഹം തന്നെ പറയാം, അവിടെ നിന്ന് കേട്ടോ പറയാം, സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റൊക്കെ എന്നെ ആ പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരണ്ട, അതൊക്കെ വേറെ ആൾക്കാരുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നമ്മളെപ്പോലെ ഒരുപാട് കലയിൽ താല്പര്യമുള്ളവരും, എനിക്ക് ആ ഫാമിലിനെ ഭയങ്കരമായിട്ട് അന്ന് അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭയങ്കര അപ്പം അതുപോലെ പ്യൂപ്പ മാത്രം വേറെയും ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ശരൺ സാറിന്റെ നമ്മുടെ അമൃതയില് ശരൺ എസ് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടർ, അവരുടെ അമൃത ടി വിയിൽ നമ്മളെ പരിപാടി, എൻ്റെ മോളും ഞാനും കൂടെയുള്ള പരിപാടിയിൽ അവരായിരുന്നു ഗ്രൂമറായിട്ടുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ കറക്റ്റ് സമയത്തിന് വരണമെന്നില്ല. ആ ഇൻഹിബിഷനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, പീപ്പിളെ ഒരു ജെനുവിനിറ്റി, തരുൺ സാറിന്റെ ജെനുവിനിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇനി മെയിൻറ്റെയിൻ ചെയ്യട്ടെ. അദ്ദേഹത്തിന് മേ ബി അദ്ദേഹം വന്നതൊരു സ്ട്രഗിൾ. അപ്പം ഞാൻ അന്ന് ഒരു പരിചയമില്ല ഈ ഫീൽഡിലൊന്നും. ഞാൻ ചെറിയ ഇത് വരുമ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തു. അതും ഞാൻ പറഞ്ഞു ഇതൊരു ഓൺലൈനാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കും കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് ഞാൻ പലതും ചെയ്യാറുണ്ട്, പക്ഷേ റിസൾട്ട്സ് വിൽ ടേക്ക്. അപ്പം ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. ഇപ്പം ഇപ്പോഴേ ശ്രീകുട്ടി പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ടാരും വരില്ല, അങ്ങോട്ട് പോകണം. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയൊരു ഡിറ്റർമിനേഷൻ ആവശ്യമുണ്ട്. അപ്പം ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയാം, എനിക്കുണ്ടായിരുന്ന ഏറ്റവും മെയിൻ പ്രശ്നം അതായിരുന്നു, ഒരാളുടെ അടുത്ത് ചോദിക്കാനൊരു ഭയങ്കര ചമ്മലാണ്. ഞാൻ ഈ വലിയ എനിക്ക് ആദ്യം ഈ ഇവരുടെ അടുത്തൊക്കെ കണക്ട് ചെയ്യാൻ പറഞ്ഞാലും ഈ പ്യൂപ്പ മാത്രമേ ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ടുള്ളൂ. അപ്പോൾ പ്യൂപ്പയിലൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഈ ഒന്നാമത്തെ കാര്യം ഓപ്പണായിട്ട് പറയാം, ഇത്രയും പ്രായമുള്ള നിങ്ങളെപ്പോഴെല്ലാം കൊച്ചു പിള്ളേരൊന്ന് അടിച്ചു വിളിക്കും, ഞാനിങ്ങനെ മാറി നിൽക്കും. പക്ഷെ അങ്ങനെ കുറച്ച് അവിടെ നിന്ന് എനിക്ക് മാറി. പക്ഷെ അവിടെ വേ ടു ഗോ, ബട്ട് അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം എനിവേ അവിടെ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ അപ്പോൾ അവിടെ നിന്നുള്ള കുറെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ആക്ടിങ്, എന്താണ് നമുക്ക് വേണ്ട, എന്താണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള സെഷൻസ് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ കണക്ക് ആ ഇനിവിഷൻ മാറിയതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അച്ഛനടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ അവളോട് ചോദിക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡിറ്റർമിനേഷൻ വന്നു, ചോദിക്കണം, എല്ലാവരും അറിയാൻ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കണം എന്നുള്ളൊരു സാധനം അവിടെ കൂടെയാണ് കിട്ടി. ആ ചോദ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം സിനിമയിൽ കയറാനും പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഈ പടം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡയറക്ടേഴ്സ് വിഷനും റൈറ്റേഴ്സ് വിഷനും ഒക്കെ, അവരങ്ങനെയും അത്രയും വിപിൻ സാറിനെ പോലൊരു മാജിക്കൽ റൈറ്റിങ്ങിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് തന്നെ അവരുടെ തൂലികയിൽ വന്ന കാര്യങ്ങൾ ഡയലോഗായിട്ട് പറയാം. ഒരു ഫ്രെയിമിൽ നിൽക്കാൻ തന്നെ ഇമ്പോർട്ടൻ്റ്. കാരണം അത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ആ സിനിമയിൽ ഒരു ക്യാരക്ടർ പോലും വെറുതെ പോയിട്ടില്ല. ഒരു ഡയലോഗ് പറയുന്നവരായാലും അവിടെ നമ്മള് ചില സിനിമയിലൊക്കെ നമ്മൾ പോയി നിൽക്കാന്നല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് എനിക്ക് തോന്നുന്നു ദൈവാധീനം ഉള്ളതുകൊണ്ട് നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പറയാം, ഒരു ഡയലോഗ് നമുക്ക് പറയാൻ കിട്ടുന്ന വലിയൊരു കാര്യം. അൽഫോൺസ് സാറാണ് ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജു വർഗീസ് സാറാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഡയലോഗ്സ് പറയുന്നതിന് ആ ഡയലോഗ്സ് എല്ലാം അത്രയും റെലവെന്റ് ആയിട്ടുള്ള ഡയലോഗ്സുമാണ്. അത് സമൂഹത്തിലേക്ക്
ചോദിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളും അതൊക്കെ നമ്മുടെ വായ കൊണ്ട്, അതും ഫസ്റ്റ് പടത്തിൽ തന്നെ ഡബ് ചെയ്യാൻ സമ്മതിച്ചത്, അതും എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. എന്റെ സൗണ്ടാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഡബിങ് ശ്രീകുട്ടി തന്നെയാണ്. അതിനൊക്കെ ഉള്ള എഫേർട്ട് അവർ ആ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ. അവരത്രയും അവർ കോൺഫിഡൻ്റ് ആണ് നമ്മളെ കൊണ്ട്. അവർക്ക് സോ അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ചെയ്യുന്ന ടീം കോൺഫിഡൻ്റ് ആണ്. ഇവരെ കൊണ്ട് ചെയ്യിക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ഡയറക്ടറിൻ്റെയും ഒക്കെ വിഷനാണ്, അവരുടെ വിഷനാണ്. ദേ ഷുഡ് ബി കോൺഫിഡൻറ്റ്. അവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് ചെയ്യിപ്പിക്കാം. അതും വലിയൊരു കാര്യം. ഞാൻ അടുത്ത കാലത്ത് ഒരു മമ്മൂക്കയുടെ ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂവിൽ കണ്ടേ, പല ആക്ടേഴ്സും തുടങ്ങിയെടുത്തല്ല ഇപ്പോൾ ഉള്ളത്. അവർ ഗ്രാജുവലി മോർ ഓപ്പർച്യൂണിറ്റീസ് ഗെറ്റ്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഈസ് ഗിവിംഗ് കോൺഫിഡൻസ് ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഞാൻ 2 പ്രാവശ്യം കേട്ടു. ബേസിക്കലി പുള്ളി പറയുന്നത് പല ആക്ടേഴ്സും തുടങ്ങിയെടുത്തല്ല ഇപ്പോൾ ഉള്ളത്. വിത്ത് എക്സ്പീരിയൻസ് ദേ മോൾഡ് themselves to some of the high levels. അപ്പോൾ അതും ശ്രീകുട്ടിയും അത് മനസ്സിലാക്കാം. യുവർ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, യു ക്യാൻ ഓൾസോ ഇംപ്രൂവ് ആൻഡ് യുവർ ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് ജസ്റ്റ് സ്റ്റാർട്ടിംഗ്. അല്ല, ഞാനത് പറഞ്ഞതല്ലോ, എൻ്റെ ഒരു നമ്മുടെ അടുപ്പ് വെച്ച് പറഞ്ഞൊരു കാര്യം. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഗുഡ് സ്റ്റാർട്ട് ടു ഹാവ് അല്ലേ? അതെ. അയ്യോ, സ്റ്റാർട്ട് അതിൽ സംശയമില്ല. എനിക്ക് കിട്ടാവുന്ന ഒരു ഡ്രീം ഡെബ്യൂ ആണ്. ഇത്രയും വലിയൊരു പടത്തിൽ അതും 5-6 സീൻസ് വരാൻ പറ്റും. സീൻസ് നോട്ടബിളായി. അതിന് ഓൾ താങ്ക്സ് ടു ദ വാഴ ടീം. വാഴ ടീം, സവിൻ സാറ്, പുതിയ വാഴ 2 ബില്യൺ ബ്രോസിന്റെ കഥയായിരുന്നു. വാഴ 1 ബില്യൺ ബോയ്സിന്റെ കഥയാണ്. ഇനി വരാൻ പോകുന്ന വാഴ 3 ബില്യൺ ഗേൾസിന്റെ കഥയാണ്. അപ്പൊ ഇനി അപ്പം ഓരോന്നാണ്. ഇഷ്ടംപോലെ കഥകൾ വാഴ ഫ്രാഞ്ചൈസിക്ക് ഇഷ്ടംപോലെ. സിന്ധ സാറിന്റെ ഡയറക്ഷൻ വന്നത് ജെ ഹേക്ക് കൾട്ട് മൂവിയാണ്. ഗുരുവായൂരമ്പല നടയില്, അന്താക്ഷരി, മുത്തുകൗ, അയാളാ ഡയറക്ഷനാണ്. സാറെന്ന് പറയുന്നത് കൂടെ ഉള്ളവരെയും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മാത്രം രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരാളെ അല്ല വിപിൻ സാർ. അത് മൂപ്പര് സമ്മതിച്ചു. കാരണം കൂടെ ഉണ്ടായിരുന്ന ജൂനിയേഴ്സായിട്ട് വന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഓരോ സിനിമ മൂപ്പര് തന്നെ എഴുതി മൂപ്പരുടെ ടീം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്രയും എക്സ്റ്റാബ്ലിഷ്. ഈ ടീമിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സേഫാണ്. അല്ലാതെ ഒരു അസോസിയേറ്റ് ആയിട്ട് ജീവിതം തീരത്തില്ല. നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊടുക്കും. അത് ആർട്ടിസ്റ്റുകളായാലും നമ്മളിപ്പം പ്രൂവ് ചെയ്ത് മൂപ്പർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു. കമ്പനി ആർട്ടിസ്റ്റ്, ഉദയയുടെ കമ്പനി ആർട്ടിസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ DOP സിനിമാറ്റോഗ്രാഫേഴ്സ് ആയാലും അവരുടെ ടീമിൽ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ആൾക്കാരാണ് അടുത്ത പടത്തിൽ മെയിൻ ആവുന്നത്. ഇതിനകത്ത് ലൈലേശ്വർ എന്ന് പറയുന്നത് കഴിഞ്ഞൊക്കെ അവരുടെ അസിസ്റ്റന്റ് ആയിരുന്ന DOP ആണ്. അരവിന്ദ് പുതുശ്ശേരി എന്ന് പറയുന്നത് കഴിഞ്ഞ ഗുരുവായൂർ എടുത്തു. ഇനി അടുത്ത പടം അങ്ങനെ ഇവർ അസോസിയേറ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള DOP ആയാലും ഡയറക്ടേഴ്സ് ആയാലും അവർ നെക്സ്റ്റ് പടം ഇവരെ കയ്യിലുണ്ട്. അത്രയും സ്റ്റോറീസും ഉണ്ട്. പ്രൊഡ്യൂസ് ചെയ്യാനൊരു ഇവർക്ക് ടീമും ഉണ്ട്. ഒരു 5 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. ആ ടീം തന്നെയാണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ടീമിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾ സേഫാണ്. വെരി ഗുഡ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇനി എന്തെങ്കിലും ഈ ഒരു 200 ക്രൂസിൻ്റെ ഇത് നിലനിൽക്കുന്നു, ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അറിഞ്ഞ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചു, നമ്മൾ ഇച്ചിരി വഴിമാറിപ്പോയെന്ന് തോന്നുന്നു. ആരെങ്കിലും നല്ല കമൻസ് പറഞ്ഞ് ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ വല്ലവരും പറഞ്ഞ് ടച്ചിങ് ആയിട്ട് തോന്നുന്ന കമൻസ് ആരെങ്കിലും പറഞ്ഞിരുന്നു? ടച്ചിങ് ആയിട്ട് ഒബ്വിയസ്ലി എൻ്റെ പെൺകുട്ടികൾ കുറച്ച് പേര് മെസ്സേജ് പേഴ്സണലി ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ട്രോമ തന്നൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവർക്ക് എന്നിൽ അത് കാണണമെങ്കിൽ അത്രയും ആ ക്യാരക്ടർ റീച്ച്. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഞാനിപ്പം മാറി നിൽക്കുന്നത് ആ ടീച്ചറിൻ്റെ കുറേ ഡയലോഗ്, അതിൽ 1-2 ഡയലോഗ് ഈ സിനിമയിൽ ഞാൻ കണ്ടു. അത് ചേച്ചിയുടെ ആക്ടിങ് അത്രയും എഫക്റ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ ടീച്ചർ അവിടെ കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സന്തോഷം ഇത് റീച്ചായി എന്നുള്ള രീതിക്ക്, സങ്കടം അങ്ങനെ അത്രയും ക്രൂരമായിട്ടൊരു ഇത്രയും കാലം ഓർത്ത് വെക്കുന്ന ട്രോമ ഒക്കെ കൊടുത്ത ടീച്ചേഴ്സ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിലൊരു സങ്കടം. ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് സമാധാനിപ്പിച്ചൊക്കെ വിടുക. അപ്പോൾ അങ്ങനെ എടുക്കേണ്ടത് ആ പപ്പടം ലാസ്റ്റ് അടി എടുക്കുന്ന സീനിയർ ടീച്ചറിന് 2 കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു അതൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് 2 കൊടുക്കുക, ആ സാറുമാർക്ക് അടി കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് എഫക്റ്റ് ആയി, സന്തോഷമായത് കേട്ടപ്പോഴത്തേക്ക്. ഭയങ്കര ക്യാരക്ടറാണല്ലോ, നെഗറ്റീവ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇനിയുള്ള എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, പുതിയ പ്രോജക്ട്സ് ഒക്കെ വരണം. ആരെങ്കിലും ഒക്കെ കാണുന്നവരൊക്കെ വിളിക്കട്ടെ. 1-2 ഇങ്ങനെ അല്ല, ഒന്നും ആയിട്ടില്ല. ദൈവം നടത്തട്ടെ. അതെ. വേറെന്താണ് ഈ പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് അല്ല, നമ്മൾ പറഞ്ഞു പ്രിപ്പറേഷൻസ് ഓൾവേസ് കൗണ്ട്സ് അല്ലേ. ഇപ്പം ആദ്യമായിട്ട് ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റണം. പിന്നെ കീപ് ഓൺ ട്രൈയിങ്. റിജക്ഷൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം. ഇന്ന് കൊണ്ട് തീരുന്ന ആന്ന് വിചാരിക്കേണ്ട. ട്രൈ ചെയ്ത് അവസാനം ഒരു
പോസിറ്റീവ് ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അങ്ങ് ഗിവ് അപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അതില്ലെങ്കിൽ ഗിവ് അപ്പ് ആവും, നമ്മൾ ജീവിതം മുന്നോട്ട് പോകണമല്ലോ. അപ്പം പാരലി നമ്മൾ എന്തെങ്കിലും ജോലി സൈഡിൽ കൂടെ പാഷനും കൂടെ കൊണ്ടുപോകാം. മൊത്തം പാഷനിൽ ഇറങ്ങുന്നവരുണ്ടാവും, പക്ഷെ എന്തായാലും അത് അപ്പം നെഗറ്റീവ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, നമ്മളെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ജോലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാഷനെ പ്രൊഫഷൻ ആക്കാൻ പറ്റുമ്പോൾ ആക്കുക. അതുവരെ ഇത് പാഷൻ സൈഡിൽ കൂടെ കൊണ്ടുപോകാം. ഞാൻ എവിടെയോ എനിക്കറിയാനുണ്ട്, കൊല്ലത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ട്രിവാൻഡ്രം. ഹസ്ബൻഡ് കൊല്ലംകാരനാണ്, ബാങ്കിൽ യൂണിയൻ ബാങ്കിലാണ്. ആള് സപ്പോർട്ടീവാണ്, ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. അതുകൊണ്ട് കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞത് യാഥാസ്ഥിക കുടുംബം, പഠിത്തം മതി, പഠിത്തത്തിലാണ് കോൺസെൻട്രേറ്റ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇതൊക്കെ ഹിറ്റ്, അവർക്ക് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സിനിമ ഇവിടെ ജോലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ പറയുക പോകുന്നൊക്കെയുള്ള ടെൻഷനാണ്. പക്ഷേ അച്ഛന് പ്രൈവറ്റ് ഫേമിലായിരുന്നു, ഒരു തിരുവനന്തപുരത്ത്. അല്ല, മൂപ്പര് ട്രാവലിംഗ് ആയിരുന്നു, കേരള കർണാടക അങ്ങനെ മൊത്തം ഉണ്ടായിരുന്നു. അപ്പം മാർക്കറ്റിംഗ് ഫീൽഡാണ്. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പഠിച്ച്, ഞാനായാലും എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, വെളിയിലാണ്, ഓസ്ട്രേലിയയിലാണ്. അയ്യോ എപ്പോഴും അടിയുണ്ടാക്കും. ഈ പണം കഴിഞ്ഞ എഫക്റ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു. അപ്പോൾ അവള് കണ്ടില്ലായിരുന്നു, ഫസ്റ്റ് കൊണ്ടതല്ലോ. ഭയങ്കര ഇതാക്കി, നിനക്കെന്താ പറ്റിയത്, നിനക്കെന്താ മാറ്റം. പക്ഷെ അതേ അവള് തന്നെ സിനിമ കണ്ടതിന് ശേഷം അവളും വിളിച്ചു, അതുപോലെ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഭയങ്കര കണക്ട് ആവുന്ന പടമാണ്. ചേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം എല്ലാവരും ഭയങ്കര ഓസ്ട്രേലിയക്ക് റിലീസ് ചെയ്തു. അവര് ഗ്രൂപ്പായിട്ട് പോയി കണ്ടു, അടിച്ചു പൊളിച്ചു. എല്ലായിടത്തും വേൾഡ് വൈഡ് റിലീസ് അല്ലേ ഇത്, എല്ലായിടത്തും ഭയങ്കര കളക്ഷനുമാണ്. മോളുടെ പേര് മീനാക്ഷി. അതെ അതെ, അവള് അത്യാവശ്യം അവൾ ഇനി 6th അവൾ ഈ പറഞ്ഞ ടാലന്റഡ് ആണ്. പക്ഷെ അപ്പൊ എന്റെ അച്ഛനും അമ്മയുടെയും ഈ കാറ്റെനിക്ക് അടിച്ചിരിക്കുകയാണ്, കുറച്ചാദ്യം പഠിക്കൂ എന്നിട്ട് അപ്പൊ അന്ന് അമ്മ അച്ഛനും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്റെ മോള് കേസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇറക്കി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനകത്തായി പോകുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ പഠിച്ചിട്ട് ഒരു വഴി എന്തെങ്കിലും. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ബികോം ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഒരു ഡിഗ്രി കയ്യിലുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് പറയാം കുട്ടികളുടെ. അല്ല, ചെയ്യാം. പക്ഷെ എന്നാലും മെയിൻ ആയിട്ടൊന്ന് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പം ഇതില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് ജീവിക്കാൻ എന്തായാലും വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയുള്ളതൊരു ബേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന എങ്കിൽ നമുക്കിത് ഗിവ് അപ്പ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് സംസാരിച്ചു, വായനെ കുറിച്ച് സംസാരിച്ചു, ഡയറക്ടറിന്റെ ഇത് പറഞ്ഞു, ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഐ മീൻ ഒരു വലിയൊരു ഇതായിട്ട് പറഞ്ഞു. അല്ല, അത് പറയാൻ പറ്റും. എല്ലാ ഡയറക്ടർ, റൈറ്റർ എന്നും മാത്രമല്ല, ഹോൾ ടീം, പ്രൊഡക്ഷൻ തൊട്ട് ലൈറ്റിംഗ്, നമുക്ക് ഭക്ഷണം തരുന്ന ചേട്ടന്മാരായാലും ശരി, നമ്മൾ മേക്കപ്പ് ചെയ്ത് എന്നെ ആ രൂപത്തിലേക്ക് മൊത്തം മാറ്റിയെടുത്ത് മുടി ചെയ്ത ചേച്ചിയുണ്ട്, മുടി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഭയങ്കര ഹെയർ സ്റ്റൈൽ ചേച്ചി. പിന്നെ മേക്കപ്പിൻ്റെ സുധീര ടീമുണ്ട്, അവരൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി. ഫുൾ ടീമിനോട്, അവരെ എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാനും പറ്റി, സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ചെയ്യാനും പറ്റി. പിന്നെ ഈ പടം അത്രയും ഹിറ്റായത്, അത്രയും പാഷനേറ്റ് ആയിട്ട് ടീം അതിനകത്തുണ്ട്. അപ്പോൾ താങ്ക്സ് ടു ഹോൾ വാഴ ടീം. ആൻഡ് എസ്പെഷ്യലി പാട്ടുകൾ, ഇപ്പം എല്ലാ പാട്ട് ഹിറ്റാണ്. ആ പാട്ട് പടത്തിന് കുറച്ചുകൂടെ, അങ്കിത് എന്ന് പറയുന്നത് സൂപ്പർവൈസറാണ്, 10 പാട്ടും ചെയ്ത് 10 മ്യൂസിക് ഡയറക്ടേഴ്സും ആണ്, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് 10 പേരെ കൊണ്ട്. പക്ഷേ ഇത് എല്ലാം അറേഞ്ച് ചെയ്ത് സൂപ്പർവിഷൻ ചെയ്ത് അങ്കിത് എന്ന് പറഞ്ഞ. അതെ, സിംഗേഴ്സും കുറച്ചുപേര് പുതിയതും മിക്സ് ഉണ്ട്, പഴയതും പുതിയ ഇതൊക്കെ ഉണ്ട്. പടത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള മ്യൂസിക്കും പാട്ടുകൾ, ആ പ്ലേസ്മെന്റ്, പാട്ടുകളുടെ ലിറിക്സ് ആയാലും ആ മ്യൂസിക് ആയാലും പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമായാലും പാട്ടുകൾ, അതൊക്കെ വേറെ റിയലി ഡിസേർവ്സ് ഹിസ് 200 crore. അതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള പടങ്ങൾ വരട്ടെ, നല്ല രീതിയിൽ പോട്ടെ, ടാലൻസ് ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനലിൽ ഡ്രീംസ് ഉണ്ടെങ്കിൽ ഇത് എല്ലാവരുടെയും ഡ്രീംസ് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് ഡെസ്റ്റിനി എവിടെയോ കാത്തിരിപ്പുണ്ട്. പക്ഷെ അത് വെറുതെ വരില്ല. ആ ഡ്രീംസ് നമുക്ക് അതുകൊണ്ട് പ്രയത്നിക്കണം. നമ്മുടെ പാഷൻസ് ആണ് നമ്മൾ ഓൾവേസ് ഡ്രീംസ് ആവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഡെസ്റ്റിനിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മെസ്സേജ് ടു മൈ ചാനൽ ഒന്നുമില്ല, എല്ലാവരോടും നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ഓൺ ട്രൈ. ഓഷോ ഒക്കെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ശരിക്കും ആഗ്രഹമുള്ള കാര്യമാണെങ്കിൽ യൂണിവേഴ്സ് മുഴുവനും നിങ്ങളെ ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അങ്ങനെ
നടക്കട്ടെ ഓക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം വീണ്ടും കാണുന്നത്. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്, ഒരേ ആഗ്രഹങ്ങളിൽ അന്ന് തുടങ്ങിയവരാണ്. പല സാഹചര്യങ്ങളിൽ പോയി ഇപ്പൊ വീണ്ടും ഒരുമിച്ച് ഇപ്പൊ ഇവിടെ അങ്ങനെ ഇരിക്കുന്നു. ആദ്യമായിട്ട് കമ്പനി വന്നപ്പോൾ തുടക്കക്കാരി ഞാൻ കുറച്ച് കോളേജ് കഴിഞ്ഞ് നേരെ പ്ലേസ്മെന്റ് കിട്ടിയാണ് ചെന്നത്. അപ്പൊ ഇവരൊക്കെ ഭയങ്കര സീനിയേഴ്സ് ആയിരുന്നു ആ സമയത്ത്. എവിടെയെങ്കിലൊക്കെ നമ്മളെ കൊണ്ടുപോയി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഒരു പടത്തിൽ. അതാവട്ടെ അടുത്ത ലക്ഷ്യം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.